ഏറ്റവും പുതിയ എപ്പിസോഡിനകത്ത് ഒരു ടാസ്ക് എല്ലാ ടീമുകളും ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഒരു ടീം ടാസ്കിൽ പരാജയപ്പെടുകയാണ്. അവർ ഡേഞ്ചറസ് സോണിലേക്ക് പോകുന്നു. അപ്പോൾ ജഡ്ജസ് ഇൻഫിനിറ്റി ആ ഒരു പെൻഡൻ കയ്യിലുള്ള കണ്ടസ്റ്റൻസിനോട് പറയാണ്, നിങ്ങൾ ആലോചിച്ചിട്ട് ബാക്കിയുള്ള 3 ടീമുകളിൽ നിന്ന് ഒരാളെ നിങ്ങൾ പിക്ക് ചെയ്യണം ഡേഞ്ചറസ് സോണിൽ ഇടാനായിട്ട്. സോ അതിന് ഒരു ടൈം കൊടുക്കുന്നു. പക്ഷേ ഇവർ ആ ടൈമിനുള്ളിൽ ഒരാളെ പിക്ക് ചെയ്യുന്നില്ല. ഡിഫറൻറ്റ് ഒപ്പീനിയൻസ് വരുന്നു. ജഡ്ജസിന് ദേഷ്യം വരുന്നുണ്ട്. അപ്പോൾ വീണ്ടും അവർ ഒരു 10 സെക്കൻഡും കൂടി കൊടുത്തു ഒരാളെ ചൂസ് ചെയ്യാനായിട്ട്. അപ്പോഴും ഒരു കൃത്യമായിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കാനായിട്ട് ഈ നമ്മുടെ പെൻഡൻ കൈവശമുള്ള കണ്ടസ്റ്റൻസിന് കഴിയുന്നില്ല. ഒരു ഏകാഭിപ്രായം കൊണ്ടുവരാൻ കഴിയുന്നില്ല. ജഡ്ജസിന് ദേഷ്യം വന്നിട്ട് അവർ രഞ്ജിനിയൊക്കെ കലിപ്പായി കഴിഞ്ഞു. ആ സമയത്തേക്കും ഇൻഫിനിറ്റി പവർ തന്നെ എടുത്തു മാറ്റുന്നു. ഇത് തന്നിട്ട് ഒരു ഗുണമില്ല എന്ന് പറയുന്നു. പിന്നീട് വീണ്ടും ഒരു അവസരം കൂടെ കൊടുത്തപ്പോൾ അവരൊരാളെ ചൂസ് ചെയ്യുന്നുണ്ട്. ആദ്യം പൂജ എന്നൊക്കെ പറഞ്ഞെങ്കിൽ ലാസ്റ്റ് അഫിനിയ എന്ന് പറയുന്ന ഒരു പേരിലേക്ക് വരുന്നു. പുള്ളിക്കാരി ഡേഞ്ചറസ് സോണിൽ വരുന്നുണ്ട്. പക്ഷെ പിന്നീട് ആള് സേവ് ആവുന്നുണ്ട്. പക്ഷേ ഇൻഫിനിറ്റി പവർ കൃത്യസമയത്തിനുള്ളിൽ ഉപയോഗിക്കാൻ കഴിയാതിരുന്ന ഈ പവർ കൈവശമുണ്ടായിരുന്നവർക്ക് അത് എന്നേക്കുമായിട്ട് നഷ്ടപ്പെട്ടു എന്നാണ് ജഡ്ജസ് പറഞ്ഞിരിക്കുന്നത്. ബിഗ് ബോസിനകത്ത് നമ്മൾ മറ്റുള്ളവരോടുള്ള സിമ്പതിയും കാണിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഒരിക്കലും മുന്നോട്ട് പോകാൻ പറ്റില്ല. പ്രത്യേകിച്ച് ഇത് അഗ്നിപരീക്ഷയാണ്. 40 പേരുണ്ട്. മെജോറിറ്റി പുറത്താവുക തന്നെ ചെയ്യും. ആരെങ്കിലുമൊക്കെ പോകുന്നെങ്കിൽ പോട്ടെ എന്ന് എഴുതിയിട്ട് ഒരു ഡിസിഷനെ സപ്പോർട്ട് ചെയ്യുന്നതിന് പകരം അവിടെ നിന്ന് കൺഫ്യൂഷൻ അടിച്ച് നിന്ന് കഴിഞ്ഞാൽ ഇതായിരിക്കും അവസ്ഥ. കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും കാണാം.